ഹലോ, ഹായ് സുഷി. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണെന്നറിയോ? നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് സിംഗർ മഞ്ജരിയുടെ ബർത്ത്ഡേ ആണ്. എന്റെയും ഫേവറേറ്റ് സിംഗറാണ്. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലൈൻഡ് റാങ്കിങ് ഓഫ് മഞ്ജരി ഹിറ്റ്സ് നോക്കിയാലോ? നോക്കാം. ഓക്കെ. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്. എനിക്ക് തോന്നുന്നു വേറെ കുറേ നല്ല പാട്ടുകൾ ഇനിയും നിതിന്റെ സ്റ്റോക്കിലുണ്ട്. സോ ഇതിന് ഞാനൊരു 6ാം സ്ഥാനം കൊടുക്കുന്നു. ഓക്കെ. മുറ്റത്തെ മുല്ലേ ചൊല്ല്, നാളത്തെ നിന്നെ കാണാൻ. ഇതിന് ഞാനൊരു 5ാം സ്ഥാനം കൊടുക്കും. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. ഇത് ഇറങ്ങിയ സമയത്ത് TV-യിൽ എപ്പോൾ നോക്കിയാൽ ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത് പക്ഷെ എത്ര കേട്ടാലും മടുക്കാത്തൊരു ഇതാണ്. അതിന് ഞാൻ എന്തായാലും ഒരു 4th പൊസിഷൻ കൊടുക്കും. ഓക്കെ. മുകിലിൻ മകളെ ഫ്രം മകൾക്ക്. ഇത് ഫീൽ ചെയ്യാത്ത അന്നത്തെ കാലത്തുള്ള ആൾക്കാർ ഉണ്ടാവില്ല, ജസ്റ്റ് ലൈക്ക് മീ. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് 2nd പൊസിഷൻ. സെക്കൻഡ് ബിക്കോസ് ഇറ്റ്സ് വെരി, എൻ്റെ മനസ്സിൽ വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പാട്ടാണിത്. അമ്മേനെ കുറിച്ചുള്ള പാട്ട് ആർക്കായാലും അമ്മമാരോട് ഭയങ്കര ഇഷ്ടമാവും. ഇത് കേട്ടാൽ ഒന്നും കൂടി ഇഷ്ടമാവും. മഴയിൽ രാത്രി മഴയിൽ ഫ്രം കറുത്ത പക്ഷികൾ. പല വേരിയേഷനുള്ള ഒരു സോങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പാട്ടാണ്. ഇതിനൊരു 3rd പൊസിഷൻ കൊടുക്കും. ഓക്കെ. എന്റെ കണ്ണനു കറുപ്പ് നിറം, എന്റെ കണ്ണന് ഇത്ര കറുപ്പ് നിറം. 7th പൊസിഷൻ കൊടുക്കും. 7ആ? ഈ പാട്ടുമായിട്ട് അത്ര അങ്ങോട്ട് കണക്ട് ആവാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇതിന്റെ ദാസേട്ടൻ പ്രശ്നമായിരിക്കും. അതെ അതെ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണനക്ക്. എനിക്ക് ഇതിനൊരു ഫസ്റ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹം. നിത്യമ്മേനോന്റെ എക്സ്പ്രഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോ അതല്ല, ഈ പാട്ട് തന്നെ ഒരു വെറൈറ്റി ആയിക്കണം. അത് നല്ലൊരു കാര്യമാണ്. അത് മഞ്ജരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ പല വെറൈറ്റി സാധനങ്ങള് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയാണ്. ഇണക്കമാണോ എന്നോട് ഇണക്കമാണോ വേണ്ടി അതിന്റെ മഞ്ജരി ഫസ്റ്റ് ടൈം പാടി. അതിന്റെ വിഷ്വൽസ് ആണ് എന്നെ പാട്ടിനേക്കാളും. നമ്മൾ ആ വിഷ്വൽസ് കാണുമ്പോൾ ആ വിഷ്വൽസിൽ സന്തോഷിതന്റെ ആ വിഷ്വൽസിൽ ലയിച്ചു പോകും. അതുകൊണ്ട് ഞാനിത് എന്തായാലും 8ാം സ്ഥാനം കൊടുക്കും. ഇത് നല്ല പാട്ടാണ്, പക്ഷെ എനിക്ക് അതിലെ വിഷ്വൽസ് ആണ് മെയിൻ ആയിട്ട് എന്നെ അട്രാക്ട് ചെയ്യുന്നത് പാട്ടിനേക്കാളും. 7ാം ബഹറിന്റെ വാതിൽ തുറന്നോളെ, അസർബുള്ള പോലുള്ള പെണ്ണേ, മോഹത്തിനിരയായ കണ്ണേ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന മഞ്ജരിക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരണമെന്ന്. കാരണം എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്. എൻ്റെ വേറെ സ്ഥാനങ്ങളൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് 9ാം സ്ഥാനമാണ് ഇതിന് കൊടുക്കുന്നത്. കാരണം ഇത് നല്ല ഫീൽ തരുന്നൊരു പാട്ടാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എനിക്ക് തോന്നി ഈ രസതന്ത്രം ഏറ്റവും അവസാനമാണ്. പറയാം, ആകെ 10 സ്ഥാനങ്ങളെ നൽകാൻ പറ്റുള്ളൂ. ഒരു പാട്ടിൽ തന്നെ 2-3 സ്ഥാനങ്ങളൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഇത് 10th പൊസിഷനിലാണ്. സോറി. അപ്പൊ ഹൗ വാസ് മഞ്ജരി ബ്ലൈൻഡ് റാങ്കിങ്? നമുക്കിപ്പോ ആര് പാടിയ പാട്ടായാലും ഒരു മഞ്ജരി വേർഷനും കൂടി വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവരുടെ കയ്യിലെത്തുമ്പോ അതിന് അവരെന്തായാലും ലെവൽ അപ്പ് ചെയ്യാൻ. എനിക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത 2 പാട്ടുകൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഒന്ന് രവീന്ദ്ര മാഷിന്റെ മ്യൂസിക്കിലെ പാഹിപരം പൊരുളെ, അത്. ആൻഡ് നെക്സ്റ്റ് വൺ മറ്റേ ഇളയരാജ പഴശ്ശിരാജ സിനിമയിൽ അതിലെ ഇടയിലുള്ള അത് ഒരു വെറൈറ്റിയാണ്. ഈ പറഞ്ഞ പോലെ സകല മേഖലയിലും സംഗീതത്തിന്റെ രവീന്ദ്ര മാഷും ഇളയരാജയും കൂടെ എല്ലാ മേഖലയിലും ഒരേപോലെ തിളങ്ങുന്ന ഒരു ഇതാണ്. പിന്നെ പണ്ടത്തെയും പുതിയ ആൾക്കാരുമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ്, അതും ഒരു ഭാഗ്യമാണ്. അപ്പോ എനിവേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി എക്സ്പെക്ട് മോർ സോങ്സ് ഫ്രം യു, മഞ്ജരി മാം. ഹാപ്പി ബർത്ത്ഡേ മഞ്ജരി. ഹാപ്പി ബർത്ത്ഡേ മാം.